സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മളിന്ന് തപസ് കാലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. തപസ് എന്ന വാക്ക് താപം എന്ന വാക്കിൽ നിന്നാണ് വരുന്നത്. താപം എന്ന് വച്ചാൽ ചൂട് എന്നാണ് അർത്ഥം. തപസ് കാലം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളെ ചൂടുപിടിപ്പിക്കാനുള്ള അവസരമാകണം എന്നതാണ് ഈ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. പ്രാർത്ഥനയും പരിത്യാഗവും സൽക്കർമ്മങ്ങളും വഴി നമ്മുടെ മനസ്സിനെ ചൂടുപിടിപ്പിച്ച് ദൈവത്തെ സ്വീകരിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകണം. അതിനുള്ള കാലഘട്ടമാണ് ഈ തപസ് കാലം. പരമ്പരാഗതമായി നമ്മൾ യേശുവിൻ്റെ 40 ദിവസത്തെ പ്രലോഭനങ്ങളെ ഓർമ്മിക്കുകയും അതേക്കുറിച്ച് ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്തുകൊണ്ട് അവിടുത്തെ പീഡാനുഭവത്തിനും മരണത്തിനും ഉത്ഥാനത്തിനും വേണ്ടി ഒരുങ്ങുകയാണ്. തപസ് കാലം ആരംഭിക്കുന്ന ഇന്ന് സഭാമാതാവ് നമ്മുടെ ശിരസിൽ ചാരം പൂശിക്കൊണ്ട് മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് പിന്തിരിയും എന്ന് അനുസ്മരിപ്പിക്കുകയാണ്. മനുഷ്യ നീ പൊടിയാകുന്നു, അതിനുപയോഗിച്ചിരിക്കുന്ന വാക്ക് നീ ചപ്പും ചവറും മാത്രമാണ് എന്നാണ്. അപ്പോൾ മനുഷ്യനെ പൂഴിയിൽ നിന്നാണ് ദൈവം മെനഞ്ഞെടുത്തത്. ചപ്പും ചവറുമാണ് മനുഷ്യൻ എന്നുള്ള കാര്യമാണ് നമ്മൾ സ്മരിക്കേണ്ടത്. നമ്മൾ മണ്ണിലേക്ക് തന്നെ വിലയം പ്രാപിക്കേണ്ട വ്യക്തികളാണ്. അതാണ് നമ്മുടെ ആരംഭം. എന്നാൽ നമ്മുടെ സമുന്നതമായ അവസാനം എന്താണ്? നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്, ദൈവത്തോടു കൂടെ ആയിരിക്കുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് എന്നുള്ള ചിന്തയും നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരണം. നമ്മുടെ ശിരസിൽ ചാരം പൂശുന്നത് കുരിശിൻ്റെ ആകൃതിയിലാണ്. എന്താണ് ഇതിനർത്ഥം? കുരിശിൽ മരിച്ചവൻ മാത്രമാണ് എൻ്റെ ജീവിതത്തിൽ അഭയമായിട്ടുള്ളത്, ശക്തിയായിട്ടുള്ളത് എന്നുള്ള കാഴ്ചപ്പാടാണ് ഈ കുരിശുവരയിലൂടെ നമ്മുടെ മനസ്സിൽ നമ്മൾ ഉറപ്പിക്കേണ്ടത്. അപ്പോൾ നമ്മൾ കേവലം പൊടിയാണെന്നും നമ്മെ വീണ്ടെടുക്കുവാനായിട്ട് യേശുനാഥൻ കുരിശിലൂടെ നമുക്ക് വേണ്ടി മരിച്ചെന്നും ഈ കുരിശാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതീക്ഷയും രക്ഷയും എന്നുള്ള ചിന്തയാണ് ഈ തിരുക്കർമ്മത്തിലൂടെ നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കേണ്ടത്.